ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സച്ചിയുടെയും രവിതയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ മുത്തശ്ശി അച്ചമ്മ നമ്മുടെ ചന്ദ്രമതിയെ പേടിപ്പിച്ച് ഈ രേവതിക്ക് ഫുഡ് വാരി കൊടുക്കാനുള്ള പരിപാടിയിലാണ്. അവർ കഴിച്ചോളും വേണേ എന്തൊക്കെ ചന്ദ്രമതി പറഞ്ഞപ്പോൾ ഞാൻ പറയുന്ന അനുസരിച്ചോണം. അമ്മായിയമ്മ എല്ലാ മരുമക്കളെയും ഒരുപോലെ കാണണം. 3 പേർക്കും നിൻ്റെ കൈ കൊണ്ട് ഭക്ഷണം കൊടുക്കുക. ചന്ദ്രമതിയാണ് ഇഷ്ടമില്ലാതെ ഇങ്ങനെ ഇരിക്കുക. അമ്മ പറഞ്ഞത് കേട്ടില്ലേടി എന്ന് രവീന്ദ്രൻ ചോദിച്ചു. അങ്ങനെ വർഷയ്ക്ക് കൊടുത്തു. രേവതിയുടെ കുക്കി കൊടുക്കുമ്പോൾ ആ മുഖത്ത് ഒരു സന്തോഷവുമില്ല. ശ്രുതിക്ക് കൊടുക്കാൻ വലിയ താല്പര്യം. വർഷയ്ക്ക് കൊടുക്കുന്നു. വായിലേക്ക് കുത്തിക്കയറ്റി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് എല്ലാവരും അങ്ങ് അന്തം വിട്ടുപോയി ചന്ദ്രമതി കാണിക്കുന്നത് കണ്ടിട്ട്. ദേ ചന്ദ്ര, ശ്രുതിക്കും വർഷയ്ക്കും കൊടുക്കുന്നത് പോലെ തന്നെ രേവതിക്കും കൊടുക്കണം. അതെ. അപ്പോൾ സച്ചി പറഞ്ഞു, അതെ റിംഗ് മാസ്റ്റർ കണ്ടിട്ടില്ലേ ഈ സർക്കസിലെ? എല്ലാവർക്കും, സിംഹത്തിന് പോലും അവരെ പേടിയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, സച്ചി വേണ്ട, നീ പറയാൻ വരുന്നത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്തായാലും നമ്മുടെ സച്ചി പറഞ്ഞു, അതെ ഇതിൻ്റെ വീഡിയോ അങ്ങോട്ട് എടുത്ത് വെച്ചണം. ഇനി ചിലപ്പോൾ ഇത് കിട്ടിയെന്ന് വരില്ല. 3 പേർക്കും ചന്ദ്രമതി ഫുഡ് വാരി കൊടുക്കുന്ന ആ വീഡിയോ രേവതിക്ക് മാത്രം ഇഷ്ടമില്ലാതെയാണ് കൊടുക്കുന്നത്. അങ്ങനെ സുധിയും ശ്രീകാന്തും വീഡിയോ എടുക്കാണ് കേട്ടോ. അച്ഛനും പറഞ്ഞു വീഡിയോ എടുക്കാനായിട്ട്. അങ്ങനെ ഇവർക്ക് വാരി കൊടുക്കുന്ന വീഡിയോ എടുക്കുക. ചന്ദ്രേ, നിന്നെ പരിഹസിക്കാനോ അപമാനിക്കാനോ വേണ്ടിയല്ല ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. 3 മരുമക്കളെയും നീ ഒരേ കണ്ണുകൊണ്ട് കാണണം. നമ്മുടെ വീട്ടിലെല്ലാവരും സന്തോഷത്തോടെ കഴിയണം. ആരും വേദനിക്കരുത്. മികച്ച അമ്മായിയമ്മയ്ക്ക് ഉള്ള അവാർഡേ ഇങ്ങനെ പോയ നമ്മുടെ ചന്ദ്രമതിക്ക് തന്നെ കിട്ടും എന്ന് രവീന്ദ്രൻ കളിയാക്കാണ്. എന്തായാലും രേവതിയുടെ മുഖത്തൊരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയുടെ മുഖത്ത് ഒരു ചിരി. നമ്മുടെ ശ്രുതി ഫോണിനകത്ത് നോക്കി കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും ശ്രുതി വന്നു കേട്ടോ. ശ്രുതി, നിനക്കിവിടെ താമസിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈ വീടും ഈ വീട്ടിലെ മുറികളും ഒക്കെ ചെറുതല്ലേ? നമ്മുടെ വീട്ടിലെ മുറിയൊക്കെ അത്യാവശ്യം വലിപ്പം ഉണ്ടല്ലോ. മലേഷ്യയിൽ താമസിച്ച് നിനക്ക് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്കിവിടെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒന്നിച്ചു കഴിയുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ? മുറിയുടെ വലിപ്പമോ സൗകര്യമോ ഒന്നും പ്രശ്നമില്ല. എന്തായാലും ആൻറ്റി എന്നെ ഒന്ന് ഊട്ടിയപ്പോൾ സന്തോഷം കൊണ്ടും മനസ്സ് നിറഞ്ഞു പോയി. നിൻ്റെ അമ്മ ജീവിച്ചിരിപ്പില്ലല്ലോ, നീ നിൻ്റെ അമ്മയെ ഓർത്ത് കാണുമല്ലേ എന്ന് ശ്രുതി ചോദിച്ചപ്പോൾ പെട്ടെന്ന് ശ്രുതിയുടെ മുഖം അങ്ങ് മങ്ങിയിട്ടോ. നിനക്ക് വിഷമമായോ? ആൻറ്റി എന്നെ ഊട്ടുമ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ അമ്മയെ ഓർമ്മ വന്നു. ശ്രുതി പറഞ്ഞത് ശരിയാ. അതെ, നിനക്ക് അമ്മയില്ല എന്നുള്ള സങ്കടം ഒന്നും വേണ്ട. എൻ്റെ അമ്മ സ്വന്തം മോളെ പോലെയാണ് കരുതുന്നത്. അമ്മയുടെ സന്തോഷം കണ്ടോ നിൻ്റെ വീട്ടിൽ നിന്ന് ആൾ വരുമ്പോൾ? നാളെ മോർണിംഗ് ഇളയച്ചൻ വരുമല്ലോ അല്ലേ? വരും, ഉറപ്പായിട്ടും വരും. നിനക്ക് ഉറക്കം വരുന്നില്ലേ? ലൈറ്റും ജനലൊക്കെ അണച്ചിട്ടേ കിടക്ക്. ഇളയച്ചൻ വന്നിട്ട് വേണം ഒരു പോളി പൊളിക്കാൻ എന്ന് പറഞ്ഞ്. പക്ഷേ ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയാണ്. വർഷ നൈറ്റ് ക്രീമും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുക. നീ എന്താ ഈ ലോഷനൊക്കെ പുറത്തുന്നത്? ഇവിടെ കൊതുകല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ വർഷ ശ്രീകാന്തിനോട്. അപ്പോഴേക്കും വർഷ പറഞ്ഞു, അതെ ഈ അച്ചമ്മയുടെ സ്വഭാവം തന്നെയാണ് സച്ചേട്ടന് കിട്ടിയിരിക്കുന്നത്. ശ്രീകാന്തിൻ്റെ സച്ചേട്ടന് കിട്ടിയിരിക്കുന്നത്. എന്താ സ്വഭാവം! 2 പേരും ഒരുപോലെ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പൊട്ടിത്തെറിക്കും, പേടിപ്പിക്കും. അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ ഭരിക്കും. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, 2 പേരും പാവങ്ങളാ. തെറ്റ് കണ്ട 2 പേരും പറയും. ശ്രീകാന്തിൻ്റെ ഏട്ടൻ പാവാന്നാ, എന്നെ ചിരിപ്പിക്കല്ലേ. വീട്ടിലെ പോലെ ഇവിടെയും എന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ശ്രീകാന്തിൻ്റെ ഏട്ടൻ. അതൊക്കെ ക്ഷമിച്ചിരിക്കുക ഞാൻ. അപ്പോൾ സച്ചേട്ടൻ പറയുന്നതിന് നീ മറുപടി ഒന്നും പറയണ്ട. എൻജോയ് ചെയ്യാനല്ലേ നമ്മളിങ്ങോട്ട് വന്നത്. പിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്താൽ എങ്ങനെ മറുപടി പറയാതിരിക്കും? അതെ, സച്ചേട്ടന് അച്ചമ്മയെ പേടിയാ, അതുകൊണ്ടൊന്നും ഇവിടെ പറയില്ല. നീ പേടിക്കോ വേണ്ട. എന്തായാലും വർഷയ്ക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ സച്ചി, അത് വേറെ കാര്യം. എന്തായാലും നമ്മുടെ രേവതിയുടെ കടയിൽ പൂട്ടിയിട്ടിട്ട് ആളുകൾ പൂ വേണമെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് സച്ചിയെ വിളിക്കുകയാണ് കേട്ടോ. സച്ചി വന്ന് ഈ കാര്യം രേവതിയോട് പറയാം. രേവതി ഇവിടെയും പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, മുല്ലപ്പൂവാണ് കെട്ടുന്നത്. ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതിയും രവീന്ദ്രനും വന്നു. മോളെ, നീ എന്തിനാ ഇപ്പം മാല കെട്ടണത്? നാളെ രാവിലെ കെട്ടിയാൽ പോരെ? ചെന്ന് കിടക്ക്. അതെ, ഞാൻ മാല കെട്ടി വെച്ചിട്ട് കിടന്നോളാം. അച്ചമ്മയ്ക്ക് ഇവളെക്കുറിച്ച് അറിയില്ല. പൂ കണ്ടാലേ ഇവിടെ വിടത്തില്ല. അതുകൊണ്ട് മാല കെട്ടിയിട്ടേ ഇവള് വേറെന്തും ചെയ്യൂ. അപ്പോഴേക്കും ചന്ദ്രമതി വന്നു. ഇഷ്ടമില്ലാതെ. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യണം, രേവതി മോളെ പോലെ. രേവതി മോളൊരു പൂക്കട തുടങ്ങിയ കാര്യം അമ്മ അറിഞ്ഞായിരുന്നോ? മോള് പറഞ്ഞു എന്ന് അച്ചമ്മ പറയാണ്. സച്ചി, നിന്നെ ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുക. സ്വന്തം കാലിൽ നിൽക്കാൻ രേവതിക്ക് നീ പൂക്കട വെച്ച് കൊടുത്തില്ലേ? ചന്ദ്രേ, നീ ഭാഗ്യവതിയാ. 2 മരുമക്കളും അവരുടെ കടക്ക് നിൻ്റെ പേരല്ലേ ഇട്ടത്. ഇതിൽ പരം എന്ത് വേണം? ചന്ദ്രയ്ക്ക് അത് ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ പൊന്നച്ചമ്മ പാവം. രേവതിയെപ്പോലൊരു മരുമകൾ അച്ചമ്മയ്ക്ക് കിട്ടിയില്ലല്ലോ.
ആ അതെ, ശ്രുതി പാർലറിന് എൻ്റെ പേരിട്ടു, അത് നല്ല കാര്യം, അതിലെനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ പൂക്കടയ്ക്ക് എൻ്റെ പേരിട്ട് ഇവരെന്നെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി. അത് കൊണ്ടുവച്ചത് എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് നാട്ടുകാർക്ക് മുന്നിൽ എൻ്റെ കുടുംബത്തിൻ്റെ വില കളഞ്ഞു. അപ്പോഴേക്ക് രവീന്ദ്രൻ പറഞ്ഞു, കേട്ടല്ലോ അമ്മ ഇവള് പറഞ്ഞത്, പാർലർ തുടങ്ങിയതിൽ അഭിമാനം, പൂക്കട വെച്ചത് നാണക്കേട്. അപ്പോൾ വിവരം കേട്ട ബുദ്ധിയില്ലാത്ത ഇവൾക്ക് അങ്ങനെയല്ലേ തോന്നുള്ളൂ, മണ്ടി എന്ന അച്ചമ്മ പറഞ്ഞപ്പോൾ ചന്ദ്രമതി നോക്കുക, ഇവരെന്നെ നാണം കെടുത്തുവാണല്ലോ എന്ന്. മോനെ സച്ചി, നിൻ്റെ അമ്മ വെളുത്ത ഉപ്പുകല്ല് കണ്ട് വൈരക്കല്ലാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അത് വെള്ളം ഒഴിച്ചാൽ അലിഞ്ഞു പോകും. എൻ്റെ രേവതി മോള് ശുദ്ധമായ വൈരക്കല്ല, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇവൾക്കില്ല. എൻ്റെ പൊന്നമ്മ, ഇന്ന് എൻ്റെ അമ്മ എന്ത് വേണേലും പറഞ്ഞോ, പക്ഷേ നാളെ എന്നെ ഒന്നും പറയരുത്. നാളെ ശ്രുതിയുടെ ഇളയച്ചൻ വരും. ചന്ദ്രമതിയുടെ ഈ വാക്കും കേട്ട് നമ്മുടെ ശ്രുതി വെള്ളം എടുക്കാൻ പോയ വഴിക്ക് നിൽക്കുക കേട്ടോ അവിടെ. നീ ഇവിടെ വന്നത് മുതൽ പറയുന്നതാണല്ലോ ശ്രുതിയുടെ ഇളയച്ചൻ വരുമെന്ന്, ഇതുവരെ വന്നില്ലല്ലോ. അമ്മ, അദ്ദേഹം വലിയ ബിസിനസ്സുകാരനാ, തിരക്കുള്ള മനുഷ്യനാന്നേ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് വേണ്ടേ വരാൻ, അതാ വൈകുന്നത്. നാളെ ഉറപ്പായിട്ടും വരും. ശ്രുതിക്കാണെങ്കിൽ പേടിയാവുക. അദ്ദേഹം വരുമ്പോഴേ ഇവിടെ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം, കുറേ കാര്യങ്ങളുണ്ട്. അതെ, നീ ആദ്യം പൊങ്കലിന് വേണ്ട കാര്യം ചെയ്യുക. എൻ്റെ പൊന്നമ്മ, പൊങ്കൽ വർഷാവർഷം വരുന്നതല്ലേ, പക്ഷേ ഇളയച്ചൻ അങ്ങനെയല്ലല്ലോ. ആഹാ, അദ്ദേഹം എന്താ ഗ്രഹണമാണോ കുറേ വർഷം കൂടുമ്പോൾ വരാൻ എന്ന് സച്ചി ഇങ്ങനെ ചോദിക്കുകയാണ്. സച്ചിയുടെ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് രേവതി പറഞ്ഞപ്പോൾ ചന്ദ്രമതി പറയുക, അദ്ദേഹം വലിയ ആളാണ്, നല്ല രീതിയിൽ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ഒക്കെ വേണം. രേവതി, നാളെ രാവിലെ തന്നെ എല്ലാ ജോലിയും തീർക്കണം കേട്ടോ. അപ്പം ചന്ദ്രമതിയോട് അച്ചമ്മ പറഞ്ഞു, അത് നീ തീർത്താൽ മതി, ജോലി നീ തീർത്താൽ മതി. പിന്നെ ശ്രുതി മോളെ. അപ്പം ശ്രുതി ചിരിക്കുക, നിൻ്റെ ഇളയച്ച നാളെ വരുമല്ലോ അല്ലേ? ചിരി വെച്ച് പിടിപ്പിച്ച് ചിരിക്കുക കേട്ടോ. ഉറപ്പായിട്ടും വരും. എന്നെ വിളിച്ചായിരുന്നു. കേട്ടല്ലോ, അദ്ദേഹം നാളെ വരും, വരട്ടെ. പിന്നെ അതും ഇതുമൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വെറുപ്പിച്ചേക്കരുത് കേട്ടോ. അദ്ദേഹത്തിന് വേണ്ട ബഹുമാനം എല്ലാവരും കൊടുക്കണം. അപ്പോൾ സച്ചി പറഞ്ഞു, ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഇങ്ങോട്ട് ബഹുമാനിച്ചാൽ അങ്ങോട്ട് ബഹുമാനിക്കും. ഇല്ലെങ്കിൽ പിന്നെ രേവതി, ഞാൻ കട്ടിലെടുത്ത് പുറത്തിടാം, നീ പൂ കെട്ടിയിട്ട് പുറത്തേക്ക് വാ എന്നും പറഞ്ഞ് സച്ചി എഴുന്നേറ്റങ്ങ് പോയി. ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ. ബീരാൻ എന്ന് പറയുന്ന ഇക്ക വരുമോ? എൻ്റെ ഭഗവാനെ, ആ പൈസയായിട്ട് അയാളിനി മുങ്ങുമോ? അയാൾ വന്നില്ലെങ്കിൽ എനിക്കിനി ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. എന്തായാലും നമ്മുടെ സച്ചി കട്ടിലൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടു. രേവതി വെള്ളവും തലേണയൊക്കെ ആയിട്ട് വരിക. ഈ വീട്ടിൽ എനിക്ക് കിടക്കാൻ ഒരു ഇടം തരില്ല എന്ന് വെച്ചാൽ അമ്മ നിന്നോട് അങ്ങനെ പറഞ്ഞോ എന്ന് സച്ചി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയല്ല അച്ചമ്മയാണ് പറഞ്ഞത്. ഞാൻ അച്ചമ്മയുടെ കൂടെ കിടന്നോളാന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല, നീ നിൻ്റെ കെട്ടുവൻ്റെ കൂടെ പോയി കിടക്കണം പറഞ്ഞ് നിന്നെ വിരട്ടി വിട്ടു. ശരിയല്ലേ അച്ചമ്മ പറഞ്ഞത്, നീ എൻ്റെ കൂടെയല്ലേ കിടക്കേണ്ടത്. സച്ചേട്ടൻ ഈ കട്ടിലേ കിടക്കും, ഞാനെവിടെ കിടക്കും? നീ ആ തൊഴുത്തിൽ പോയി കിടക്ക. നീയും ഈ കട്ടിലേ കിടക്കും, പിന്നെ ഈ കട്ടിൽ എങ്ങനെ രണ്ടുപേരും കൂടെ കിടക്കും? അതേ, അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ. നീ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. ഇവിടെ കിടന്നുറങ്ങുന്നതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെ മോളെ. മുകളിൽ ആകാശം, താഴെ ഭൂമി, നല്ല കാറ്റ്, എന്താ സുഖം. ഇവിടെ കിടന്നുറങ്ങിയ ശരീരത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നാട്ടുവൈദ്യം പറയുന്ന പോലെയാണല്ലോ പറയുന്നത്, ഇവിടെ കിടന്നാലേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജലദോഷം പിടിക്കും. നല്ല മഞ്ഞുണ്ട്, പിന്നെ ജലദോഷമൊന്നും വരില്ല. നല്ല തണുത്ത കാറ്റ്, നിലാവെളിച്ചം. എവിടെ നിലാവെളിച്ചം? അമാവാസി കഴിഞ്ഞതല്ലേ ഉള്ളൂ, നിലാവൊന്നും ഇല്ലല്ലോ. അത് ശരിയാ, നിലാവ് ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. എന്നാൽ പിന്നെ നിനക്ക് നിലാവ് വേണം, അത്ര വലിയ ഉള്ളൂ. നീ ഇവിടെ ഇരിക്കുക, ഇപ്പം വരാം. സച്ചിൻ എവിടെ പോവാ? പെട്ടെന്ന് ഞാൻ വരാം, നീ അവിടെ ഇരിക്കുക. സച്ചി നിലാവിനെ ഉണ്ടാക്കാൻ പോയേക്കുക. സച്ചി ഒരു കുടയൊക്കെ ആയിട്ട് വന്നു കേട്ടോ. മഞ്ഞ് കൊണ്ട് ജലദോഷം വരുന്നത് നീയല്ലേ പറഞ്ഞത്? ഇനി മഞ്ഞൊന്നും കൊള്ളില്ല കേട്ടോ, തലയിൽ മഞ്ഞ് കൊള്ളാതിരുന്നാൽ പോരെ. അവൻ എന്നിട്ട് മറ്റേ ഒരു കുട കട്ടിലിൻ്റെ കാലിൽ കെട്ടിവെക്കുകയാണ്, തലഭാഗത്തേക്ക് ഇങ്ങനെ കെട്ടിവെക്കുക. സച്ചേട്ടാ, ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും? അതെ, ഇതെൻ്റെ നാട്, എൻ്റെ വീട്, എനിക്കിഷ്ടമുള്ളതേ ഞാൻ ചെയ്യും. ആര് കണ്ടാലും പറഞ്ഞാലും നമുക്കെന്താ? അതിപ്പോൾ ഇരുട്ടല്ലേ, നിലാവ് എവിടെ? നിലാവ് വേണോ അല്ലേ? ഓക്കെ, നിലാവ് സെറ്റാക്കാം. സച്ചി പതുക്കെ മൊബൈൽ ഓൺ ചെയ്തു, മൊബൈലിലെ ലൈറ്റ് ഓൺ ചെയ്തു. എന്നിട്ട് ആ കുടയുടെ അകത്തേക്ക് അങ്ങോട്ട് വെച്ചു കേട്ടോ. കൊള്ളാം. എങ്ങനെയുണ്ട്? ഈ നിലാവെളിച്ചം ഇല്ലെന്ന് പറയരുതേ. എന്തായാലും ഒത്തിരി ഇഷ്ടമായി രേവതിക്ക്. മഞ്ഞും കൊള്ളില്ല, നിലാവെളിച്ചമുണ്ട്. ഇതാണ് കുടയ്ക്കുള്ളിലെ നിലാവെളിച്ചം. അപ്പോൾ രേവതി സച്ചി ഇങ്ങനെ നോക്കുക. അപ്പോഴേക്കും സച്ചി പെട്ടെന്ന് രേവതിയെ പിടിച്ച് 2 കറക്കി എന്നിട്ട് അവളെ പിടിച്ച് എവിടെ കിടത്തി. അതേ, നിലാവെളിച്ചം പോലെ തന്നെയുണ്ട് എന്ന് രേവതി പറഞ്ഞപ്പോഴേക്കും ഇതിനൊന്നും ആവശ്യമില്ല, നീ തന്നെ ഒരു നിലാവല്ലേ എന്ന് സച്ചി. ഞാൻ നിലാവാണോ? അപ്പോൾ അതേന്ന് പറഞ്ഞപ്പം എന്നാൽ നിങ്ങൾ സൂര്യനാ. നിലാവ് വരുമ്പോൾ സൂര്യൻ പോവില്ലേ? ഇവിടെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചില്ലേ? അത് ശരിയാണല്ലോ. അപ്പോൾ സച്ചേട്ടൻ ആകാശം,
എന്നെ ചേർത്ത് പിടിക്കുന്ന ആകാശം. ഓ, എന്താ രേവതി ഇത് സാഹിത്യമാണല്ലോ പറയുന്നത്. ആ, കുറച്ചൊക്കെ എന്നും പറഞ്ഞ് രേവതിയും സച്ചിയും കൂടി ചിരിച്ചിങ്ങനെ നോക്കിയിരിക്കാം. എന്താ നോക്കണേ? ഏയ് ഒന്നുമില്ല. എന്തായാലും സച്ചി അവിടെ കിടന്നു. എനിക്കിപ്പോൾ ഒരു പാട്ട് പാടാൻ തോന്നുക എന്ന് രേവതിയെ നോക്കി സച്ചി പറഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, പാടിക്കോ. അപ്പോഴേക്കും നല്ലൊരു പാട്ട് കേട്ടോ. അത് പാട്ടവൻ പാടുന്നതല്ല, പാട്ട് ഇടുന്നതാണ്. പുന്നിൽ കുളിച്ച് നിന്നെന്നുള്ള പാട്ടില്ലേ, അടിപൊളി പാട്ട്, നല്ല രസമുണ്ട്. പിന്നെ രണ്ടുപേരുടെ കെട്ടിപ്പിടിച്ച് ആ പാട്ടും കേട്ടുകൊണ്ട് ഇങ്ങനെ ഉറങ്ങുകയാണ്. പിന്നെ രാവിലെയായി. നമ്മുടെ രേവതി കുടയൊക്കെ മടക്കി വെച്ചു. അങ്ങനെ ആ ഷീറ്റൊക്കെ എടുത്ത് ഒരു പുഞ്ചിരി ഉണ്ട് ആ മുഖത്ത് അപ്പോഴും. അപ്പോഴാണ് അയലൊക്കത്തെ ചേച്ചിമാരൊക്കെ വരുന്നത് കുറേ കൊടയായിട്ട്. ഇതെന്താ രാവിലെ എല്ലാവരും കൊടയായിട്ട്? അതെ, അതിനൊരു കാരണമുണ്ട്. ഇത്രയും നാൾ ഞങ്ങൾക്ക് ഈ ഐഡിയ കിട്ടിയിട്ടില്ലായിരുന്നു. നീ ഇപ്പോഴാണ് ഈ ഐഡിയ തന്നത്. ഞാൻ ഐഡിയ തരാനോ? എന്ത്? അപ്പം അച്ചമ്മ വന്നു കേട്ടോ. എന്താ രാവിലെ തന്നെ കൊടയൊക്കെ ആയിട്ട്? എന്താ രാവിലെ കൊടയൊക്കെ ആയിട്ട് വന്നേ? മഴയൊന്നും ഇല്ലല്ലോ. അപ്പോഴേക്കും ഞങ്ങൾ എന്തിനാ വന്നതെന്ന് രേവതിയോട് പറയാം, അല്ലാതെ കലാവതി അമ്മയോട് പറയാൻ പറ്റില്ല. അതെന്താ എന്നോട് പറഞ്ഞാൽ? അതെ, രേവതി ഞങ്ങളൊക്കെ യൂത്തല്ലേ, കലാവതി അമ്മയ്ക്ക് വയസ്സായി. ഇത് എന്നോട് പറയാൻ പറ്റാത്തൊന്നും ഇവളോടും പറയണ്ട. അതെ, ഞങ്ങൾ രേവതിയോട് സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാ. അതെ, ഇവള് സ്കൂൾ ടീച്ചറല്ല നിങ്ങളുടെ സംശയം തീർക്കാനായിട്ട്. എല്ലാവരും രാവിലെ തന്നെ വന്നിരിക്കുന്നു. രേവതി, ഇവരോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, വിളഞ്ഞ വിത്തുകളാ. എന്താ എല്ലാവരും നോക്കി നിൽക്കുന്നത്? പോ 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 അങ്ങനെ നമ്മുടെ അച്ചമ്മ എല്ലാത്തിനും ഓടിച്ചു വിടുക. അച്ചമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും രേവതി എന്നെ തേടി വീണ്ടും ആ അമ്മച്ചിമാർ വന്നു. രേവതി, ഭർത്താവ് ഒന്നിച്ചേ, ഞങ്ങൾക്കും പുറത്ത് കിടക്കാനൊക്കെ ആഗ്രഹമുണ്ട്. രേവതിക്ക് കാര്യം മനസ്സിലായി കേട്ടോ. ഒരു മറയില്ലാത്തതുകൊണ്ട് പണി കിട്ടുമെന്ന് വിചാരിച്ചാൽ ഇതുവരെ കിടക്കാതിരുന്നത്. നീ സച്ചി ഇപ്പം അതിനൊരു വഴി കാണിച്ചു തന്നില്ലേ, അതാ ഞങ്ങൾ പുതിയ കുടയൊക്കെ വാങ്ങിച്ചത്. എന്നാലും ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്, അതിനാ വന്നത്. അപ്പോഴേക്കും അയ്യോ നിങ്ങളൊന്നും ചോദിക്കണ്ട, അച്ചമ്മ വഴക്ക് പറയും, വേഗം വിട്ടോ 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 വിട്ടോ. ഓ, നിനക്ക് പറഞ്ഞുതരാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ സച്ചിയോട് ചോദിച്ചോളാം. സച്ചി 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 എന്ന് പറഞ്ഞ് സച്ചിയെ വിളിച്ചു പുറത്തിറക്കുകയാണ് എല്ലാവരും. രേവതിയാണെ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട്. എന്തായാലും കൊടയൊക്കെ ആയിട്ട്? അത് സച്ചിയെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത്. ഞങ്ങളുടെ വീട്ടിലും കട്ടിലും കൊടയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നാറുന്നത് എന്താ സച്ചി? അയ്യേ, അതെ, രണ്ടുപേരും നന്നായി പാടി കേട്ടോ. ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു. സച്ചി രേവതിയും ചമ്മി ഇങ്ങനെ നിൽക്കുക. അതെ, ഞങ്ങളും വീടിന് പുറത്ത് കിടക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനു മുമ്പേ ഞങ്ങൾക്കൊരു കാര്യം ചോദിച്ചറിയാനുണ്ട്. എല്ലാവരും കുട ഞങ്ങൾ നോർത്തി. കട്ടിലൊക്കെ കുടയ്ക്കകത്തുനിന്ന് എങ്ങനെയാണ് വെളിച്ചം വരുന്നത്? അപ്പോൾ മറ്റെല്ലാം അറിയാലോ, ഇതെന്താ അറിയാതെ പോയത് എന്ന് സച്ചി ഇങ്ങനെ ചോദിക്കുകയാണ്. നിങ്ങൾ പറ, എങ്ങനെയാണ് കുടയ്ക്കകത്തുനിന്ന് വെളിച്ചം വരുന്നത്? അത് നിലാ വെളിച്ചമല്ലേ? പിന്നെ ഇന്നലെ നിലാവൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ ട്രിക്കൊന്ന് പറഞ്ഞ് താ സച്ചി. അപ്പോഴേക്ക് സച്ചി ചിരിക്കുക. അതെ, ഞങ്ങളുടെ ഭർത്താക്കന്മാർക്കൊന്നും സച്ചിയുടെ അത്ര വിവരമില്ല സച്ചി, പറഞ്ഞ് താ സച്ചി. എല്ലാം കൂടെ ഓടിക്കുവാണ് സച്ചിയെ. അപ്പോൾ അച്ചമ്മ വന്നു. നിങ്ങളൊന്നും ഇതുവരെ പോയില്ലേ? സച്ചി അകത്തേക്ക് വന്നേ, ഇവരോട് സംസാരിക്കാനൊന്നും നിൽക്കണ്ട. അതെ, അച്ചമ്മ വഴക്ക് പറയും, ഞങ്ങൾ പോവാണേ. അപ്പം പറയില്ല അല്ലേ, ഇന്ന് രാത്രി നിങ്ങളുടെ കുടയുടെ അടിയിൽ നിന്ന് വെളിച്ചം വരുമല്ലോ, അപ്പം ഞങ്ങൾ വന്ന് നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചിമാരങ്ങ് പോവുക. അയ്യേ, നാണക്കേടായില്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിൻ രേവതി ഓരോന്ന് ചെയ്ത് കൂട്ടിയിട്ട് ഇപ്പം നാട്ടുകാർ മൊത്തം അറിഞ്ഞില്ലേ. അതിനിപ്പോൾ എന്താ, ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും നടക്കുന്നതല്ലേ. പിന്നെ എനിക്ക് നാണം വരുന്നു. അതെ, എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് നാണിച്ച് ഞാനൊന്ന് കാണട്ടെ. അവിടെ കയ്യിലിരുന്ന് തലയാണ് അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൾ കയറി പോവാ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. സി ഓക്കെ, താങ്ക് യു.